ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് പെണ്ണ് കാണലിന് പോകുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ചെറിയ ചെറിയ ഷോർട്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ പോകുന്ന കാര്യം. അപ്പോൾ ഇന്നാണ് നമ്മൾ പോകുന്നത്. ബുധനാഴ്ചയാണ്, 19-ാം തീയതി രാവിലെയാണ്. അപ്പം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡി ആയതിനു ശേഷമാണ് ഏട്ടൻ്റെയും പിള്ളേരെയും എല്ലാം ഉണർത്തിയത്. അത് കഴിഞ്ഞ് കാശിയെ ശ്രീമോനെ റെഡിയാക്കി ഇരുത്തിയതിന് ശേഷം ഏട്ടൻ റെഡിയാവാൻ പോയി. ഏട്ടൻ വരുന്ന സമയം കൊണ്ട് ബിഗ് ബോസിൻ്റെ ഷോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ നമ്മൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരത്തു നിന്ന് അവരവരുടെ സ്കൂട്ടറിലോ ഓട്ടോയിലോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രമ്യേച്ചിയും പിള്ളേരെ വിളിക്കാനായിട്ട് നമ്മൾ മുണ്ടക്കിലോട്ട് പോവുകയാണ്. നമ്മളും ബൈക്കിലാണ്, അവർ സ്കൂട്ടറിലും അങ്ങ് വരും. നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ബൈക്കുമായിട്ട് ഇറങ്ങിയത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നേരത്തെ ചെന്നവർ പറഞ്ഞു ട്രെയിൻ വന്ന് കിടക്കുവാണ്, വേഗം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 4:30 ട്രെയിൻ എടുക്കത്തുള്ളെങ്കിലും ട്രെയിൻ വന്നെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു പേടി. അങ്ങനെ നമ്മൾ വേഗം തന്നെ വീട്ടിൽ വന്ന് ചേച്ചിയൊക്കെ വിളിച്ചിട്ട് പോവാണ്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അമ്മയ്ക്ക് നല്ല പനിയാണ്. പനിക്ക് കുറവൊന്നുമില്ല കേട്ടോ. ചുമ നല്ലതായിട്ടുണ്ട്. ചുമയ്ക്കുമ്പോഴത്തേക്ക് ശരീരമെല്ലാം വേദനയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി പ്ലാറ്റ്ഫോമിലോട്ട് ഓടാൻ വേണ്ടി പോവാണ്. 4ാമത്തെ പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞു. എസ്കലേറ്ററും ലിഫ്റ്റും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ കയറിയ സ്ഥലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വെപ്രാളപ്പെട്ട് ഓടിയാണ് പോകുന്നത്. ഇവിടെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എവിടായി എന്തോന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. നമ്മളെ വന്ന വഴിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ പിന്നെ അനീഷ് നമ്മളെ വിളിക്കാനായിട്ട് വന്നു. ഇതാണ് കല്യാണ പയ്യൻ കേട്ടോ. പെണ്ണ് കാണാൻ പോകുന്നത് ഇവന് വേണ്ടിയിട്ടാണ്. ഇവൻ്റെ പേരാണ് അനീഷ്. അനന്തു എന്നാണ് പേര്. നമ്മൾ അനീഷ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ അവിടെ എത്തി. നമ്മുടെ ബോഗിയിലോട്ട് നമ്മൾ കയറുവാണ്. നമ്മൾ 21 പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 19 പേരേ ഉള്ളായിരുന്നു കേട്ടോ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം കണ്ടുപിടിച്ചിരുന്നിട്ട് ഇനി കിടക്കണോ ഇരിക്കണോ എന്നൊക്കെയുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ നമ്മളെല്ലാം ഡ്രസ്സൊന്നും ഇതൊന്നും അല്ല കേട്ടോ. ഡ്രസ്സൊക്കെ നമ്മൾ മാറും അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. ഉച്ചയാകും നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഇടാനുള്ള സൗകര്യത്തിനുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് എല്ലാവരും കയറിയത്. അങ്ങനെ നമ്മൾ കിടക്കുന്നില്ലെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് ആദ്യം ഇരുന്നത്. എത്ര സമയം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുറച്ചൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്നെങ്കിലും ശ്രീമോൻ ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരും എഴുന്നേറ്റ് കുറച്ച് പേരൊക്കെ കുറച്ച് സമയമെങ്കിലുമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. മാളി ചേച്ചി, വിനിത ചേച്ചി എല്ലാവരും ഒക്കെ ആയിട്ട് നമ്മളെവിടെയും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം. അതാണ് മാളി ചേച്ചി, ടീച്ചറാണ്. മാളി ചേച്ചിയുടെ മോനാണ് അഭിനു. അവിടെ ആയിരുന്നു ശ്രീമോനോട് കളിക്കുന്നത്. ബാക്കി എല്ലാവരും ഏകദേശം എൻ്റെ ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കൊക്കെ അറിയാവുമെന്ന് കരുതുന്നു. ഞാനൊന്നും കോഫിയും ചായയും ഒന്നും ഇതിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ചിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മുടെ അനിമാമൻ, അനീഷിൻ്റെ അച്ഛനാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ നോക്കിയിട്ട് പോവാണ് കേട്ടോ. വരും, അതുപോലെ ഓടുകയും ചെയ്യുകയും അങ്ങോട്ട്. അപ്പോൾ ശ്രുതി കളിയായിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇഡലി സാമ്പാറും വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും കഴിക്കേണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ശ്രുതി ലീനുമാമിയും കൂടെ കറിയും ഉണ്ടാക്കി. അനീഷിൻ്റെ അവിടെ പ്രിയമാമിയും ദേവുമൊക്കെ ആയിട്ട് ഇഡലിയൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് വന്നത്. ഞാൻ ഇഡലി കഴിക്കാത്തതുകൊണ്ട് ഞാൻ ലക്ഷ്മിന്ന് തലേന്ന് തന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതാണ് കഴിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ ശ്രീമോന് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഇതെല്ലാം മാറ്റിയാലല്ല നമുക്ക് സമാധാനത്തിലെടുത്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ശ്രീമോനുള്ള ഇഡലിയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നമ്മൾ കൊണ്ടുപോയത് തന്നെ വലിയ കാര്യം. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുധീഷ് ഉണർന്നിട്ടുണ്ടായിരുന്നു. സുധീഷ് ഏറ്റവും മുകളിൽ കയറി ഉറക്കമായിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. എന്തോ നല്ല ഭാഗ്യത്തിന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. പാലക്കാട് എത്താറായപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ പാലക്കാട് ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് മഴയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള ടെൻഷനിലായിരുന്നേ. നമ്മൾ ചെന്ന് ഇറങ്ങുന്ന സ്റ്റേഷനിൽ തന്നെ പെണ്ണിൻ്റെ ചേട്ടൻ നമ്മുടെ ഒരു ട്രാവലറൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വെയിൽ പിടിക്കേണ്ടതോ മഴ കൊള്ളേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏതോ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏട്ടൻ പായസം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പാലടയാണ്. പിള്ളേർക്ക് എല്ലാവർക്കും പാലട ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 2 ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒഴിച്ച് എല്ലാവരും അത് കുടിച്ച് കുറേശ്ശെ ടേസ്റ്റ് ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എത്താറൊക്കെ ആകുമ്പോൾ 1 മണിക്കൂർ മുമ്പായിട്ട് അനീഷ് ഒന്ന് പറഞ്ഞു സമയമായിട്ടുണ്ട്, നിങ്ങളൊക്കെ റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ ശ്രീമോൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ ഞാൻ ലച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊക്കെ കയറി ഡ്രസ്സ് മാറ്, എന്നിട്ട് വാ, അപ്പോഴത്തേക്ക് നമുക്ക് മുടിയൊക്കെ കെട്ടി റെഡി ആകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാം പിന്നെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ സ്ഥലം ഏതായതെന്ന് നോക്കിയപ്പോഴാണ് പാലക്കാടെന്ന് കണ്ടത്. അപ്പോൾ തന്നെ എല്ലാവരും കൂടെ ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡി ആയതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നേ.
അപ്പോൾ പണ്ട് കാലത്തെ പെണ്ണ് കാണൽ പോലൊന്നുമല്ല, ഇപ്പോൾ ബൊക്ക കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഓരോരോ ചടങ്ങുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ശ്രുതി അതാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ശ്രുതിയുടെ ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നത് അനീഷ് പറഞ്ഞിട്ട്. അങ്ങനെ അതെല്ലാമായിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇനി നമ്മൾ വെളിയിലോട്ട് പോവുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഇനി ഇവിടെ കയറി അപ്പുറത്ത് ഇറങ്ങി വേണം ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ ചെല്ലാനായിട്ട്. അപ്പോൾ നമ്മുടെ ലക്കിക്കുട്ടൻ ലേസ് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ലക്കിക്കുട്ടനായിട്ടൊന്ന് കളിച്ചുകൊണ്ട് നിന്നതാണ് അവിടെ കുറച്ച് സമയം. അങ്ങനെ നമ്മളെല്ലാവരും കയറി ഇറങ്ങി അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടുന്ന് ആ ചേട്ടനാണെങ്കിൽ നമ്മുടെ ട്രാവലറൊക്കെ ആയിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷ് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി പുറത്ത് വന്നിട്ടുണ്ട്, നമ്മളെല്ലാം ഇനി അങ്ങ് ചെന്നാൽ മതി എന്ന് പറഞ്ഞ്. ഈ വെയിറ്റും പിടിച്ച് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എസ്കലേറ്ററിൽ ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. എല്ലാവരും ഒന്നും വന്നതുമില്ല കേട്ടോ. ലീനമാമിക്ക് പേടിയായിട്ട് ലീനമാമി നടന്നിറങ്ങി വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അപ്പുറത്തെ വഴി പോയിട്ടും ഉണ്ടായിരുന്നു. ശ്രീമാൻ വലിയ ഉത്സാഹത്തിൽ എന്തായാലും നടന്നു വരുന്നുണ്ടേ. അവനാണെങ്കിലും എല്ലാവരെയും കൂടെ കണ്ടതിൻ്റെ അർമാദിക്കലാണ്. അവൻ നമ്മൾ കയ്യിലിരിക്കത്തില്ല, ഇങ്ങനെ നടക്കുകയും ചാടുകയൊക്കെ തന്നെയായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഫുൾ ഇത് തന്നെയായിരുന്നു. ശ്രീമോൻ അങ്ങ് അഴിച്ചു വിട്ട പോലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ചെന്നൊന്ന് ഇച്ചിരി നേരം ഇരുന്നു. എല്ലാവരും ആ നടന്ന് വന്നതിൻ്റെ ആ ഒരു അണപ്പ് മാറാനെ കൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടാണ് വെളിയിലോട്ട് പോയത്. അപ്പോഴത്തേക്ക് അനീഷ് ഫ്രണ്ടിലേ നടന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പിള്ളേർ സെറ്റെല്ലാം കൂടെ പോവാണ്. സുനിമാമനാണ് ജ്യൂസ് എല്ലാം എല്ലാവർക്കും വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ മുണ്ട് കൊടുത്ത് നിൽക്കുന്നതാണ് പെണ്ണിൻ്റെ ചേട്ടന്. അപ്പം ആ ചേട്ടൻ വന്ന് നമ്മുടെ അടുത്തെല്ലാം യാത്രയൊക്കെ സുഖമായിരുന്നു എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എല്ലാവരും വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. ഇവിടെ നിന്നൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറത്തെ യാത്ര ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ വീട്ടിലോട്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. വണ്ടിയും കൊണ്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായാലും നമ്മൾ പെട്ടുപോയേനെ. ഇവിടെ വന്ന് നമ്മൾ ഓട്ടോ വിളിക്കുക അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചാലും നമുക്ക് എല്ലാവർക്കും കൂടെ കയറാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പോകാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് സീറ്റിൽ തന്നെ കയറി പയ്യനങ്ങ് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും സീറ്റ് തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോരോ സീറ്റുകളിലിരുന്നു. എനിക്ക് ഈ ചെരുപ്പ് പുതിയ ചെരുപ്പായിരുന്നു ഞാൻ ഇട്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ശ്രീമോനെ എടുത്തുകൊണ്ട് നടക്കാനൊരു വാക്കില്ലാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം ഫുള്ള് ശ്രീമോനെ എടുത്തുകൊണ്ട് നടന്നത് ഏട്ടൻ തന്നെ ആയിരുന്നേ. ഞാൻ പറഞ്ഞു ബാഗ് ഞാൻ പിടിച്ചോളാം, വലിയ കുഴപ്പമില്ല, കുഞ്ഞിനെ ഏട്ടൻ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 1/2 മണിക്കൂറല്ല 3/4 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും വെളിയിൽ ഇറങ്ങി നിന്നു. എന്നിട്ട് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പോകാം, നമുക്ക് വീട് അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അവിടെ പെണ്ണിൻ്റെ വല്യച്ഛനാണ് കേട്ടോ അവിടെ വന്ന് നിന്നിരുന്ന. കണ്ണാടി വെച്ച ആൾ ഗോപികയുടെ വല്യച്ഛനായിരുന്നേ. അപ്പോൾ ഗോപിക എന്നാണ് നമ്മുടെ പെണ്ണിൻ്റെ പേര്. അപ്പം വല്യച്ഛൻ്റെ അടുത്ത് നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ വാന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, പെണ്ണ് കാണൽ ഷോർട്സ്, അതൊന്ന് കാണണം കേട്ടോ. അത് ഞാനാണെങ്കിൽ ഒരു ഷോർട്ടായിട്ട് മാത്രം എടുത്താണ്. ഇത് ലോങ് വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇട്ടത്. അങ്ങനെ നമ്മൾ പതുക്കെ നടന്ന് പോവാണ്. ട്രാവലറിലായതുകൊണ്ടാണ് നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങേണ്ടി വന്നത്. കാറൊക്കെ വരുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ബൊക്കെയൊക്കെ ആയിട്ട് വന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും അറിയാം കേട്ടോ. അനീഷിൻ്റെ അമ്മയാണ് റെഡ് സാരി ഉടുത്തേക്കുന്നത്, പ്രിയമാമി. എന്നിട്ട് എല്ലാവരും അകത്തോട്ട് കയറാനായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഗോപികയുടെ അമ്മയാണ് യെല്ലോ സാരി ഉടുത്ത് നിൽക്കുന്നത്. അപ്പം ദേവു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഈ വെള്ളം തരുന്നത് ഗോപികയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഈ പച്ച സാരി ഉടുത്തിരിക്കുന്നത് അമ്മയുടെ ചേച്ചിയാണ് ഗോപികയുടെ. അപ്പം എല്ലാവരും എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാവരും നല്ല സഹകരണമാണ് കേട്ടോ. അവരുടെ ആ സംസാരം കേൾക്കാനാണെങ്കിലും ആ സ്നേഹം കാണാനായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വന്നവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ്, ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തെ ഗോപിക മുട്ടായിയായിട്ടും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീമോൻ അവന് വേണ്ടുന്നതെല്ലാം പറക്കി കൈ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പെണ്ണിനെ നമ്മൾ സാധാരണ ചായ കൊടുക്കുമ്പോഴല്ലേ കാണുന്നത്, ഇതാണെങ്കിൽ വെള്ളം കൊടുക്കുമ്പോഴാണ് കണ്ടത്. നമ്മൾ സാധാരണ വൈകിട്ട് ഒരു വൈകിട്ടല്ല നമുക്ക് ഉച്ചയായപ്പോഴാണ് വന്നത്, അതുകൊണ്ട് തന്നെ ചായ കുടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുവാണ്. വയലറ്റ് ചുരിദാറിട്ട് നിൽക്കുന്നതാണ് ഗോപികയുടെ ചേച്ചി നന്ദന. അവൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തുനിന്നിരുന്ന് എല്ലാവരും പരിചയപ്പെട്ടൊക്കെ ശേഷം വെളിയിലിരുന്ന് കുറേ നേരം കാര്യവും പറഞ്ഞ് ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ഇതാണെങ്കിൽ തഞ്ചാവൂർ ബിരിയാണിയോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ. ബിരിയാണി കഴിക്കാത്ത ഞാൻ ഇവിടെ വന്ന് ബിരിയാണി കഴിച്ച്. ചോറുണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മൾ ഒരുപാട് ലേറ്റായി ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ശ്രീമോനും ബഹളം വെക്കുന്നുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എടുത്ത് വെച്ച ഫുഡ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാനങ്ങ് ബിരിയാണി കഴിക്കാനായിട്ടിരുന്നു. എനിക്ക് തന്നത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എരി ഇഷ്ടമാണെങ്കിലും ഇതിലെനിക്ക് ഇച്ചിരി കൂടുതൽ എരി തോന്നി. പക്ഷേ ഇത്രയും എരിയായിട്ട് കഴിച്ചാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയുന്നു.
അപ്പം ഈ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. രമേശൊക്കെ എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം പാലക്കാട് വന്നിട്ടുള്ള ടീമുകളാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഫുഡൊക്കെ ആണെങ്കിലും നല്ല പക്കാ ഫുഡായിരുന്നു. എനിക്ക് എരിയായി എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു, പക്ഷേ എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാവരും കഴിക്കാനിരുന്നത്. ശ്രുതിയൊക്കെ പിന്നാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അകത്തിരുന്ന് ചൂടാണ് കേട്ടോ. നമ്മുടെ കൊല്ലത്തെ അപേക്ഷിച്ച് പാലക്കാട് ഭയങ്കര ചൂടാണ്. അപ്പോഴത്തേക്ക് കുറേ സമയം ഇരുന്ന് കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബിരിയാണിയും കൂടെ കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ദാഹിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങി ഒരു കടയിൽ കയറി സോഡ നാരങ്ങ കുടിക്കണമെന്നും പറഞ്ഞ് ഇവർ നേരത്തെ ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നേ. ഇവരുടെ പുറകെയാണ് ഞാനൊക്കെ വന്നത്. അപ്പോൾ ഞാനും ഏട്ടനും എല്ലാം കൂടെ വന്ന് നേരെ അവിടെ കയറി ഞാനൊരു നാരങ്ങ വെള്ളവും പറഞ്ഞു. നല്ല ചൂടും ഉണ്ട്, പിന്നെ ഈ ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണവും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഓരോ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെയും തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് 5 മണിക്കാണ് തിരിച്ച് ഇങ്ങോട്ട് ട്രെയിന്. അപ്പോൾ നമുക്ക് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ വീട്ടിൽ നിന്ന്. അങ്ങനെ എല്ലാവരും അവിടെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നടക്കും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടുന്ന് കുറച്ച് കൂടെയൊക്കെ ദൂരെ പോയി കഴിയുമ്പോഴത്തേക്ക് കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് നമ്മൾ വന്നിരുന്ന സമയത്താണ് അനീഷ് ഫോട്ടോ എടുക്കാൻ പോയിട്ട് കണ്ടെത്തി വീണെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. വെള്ള പാൻറ്റും കൂടെ ആയിരുന്നു. അങ്ങനെ കണ്ടെത്തി വീണ് കാലെല്ലാം ചള്ളയൊക്കെ ആയിട്ടാണ് വന്നത്. അവർ ഫോട്ടോഷൂട്ടിന് പോയതായിരുന്നു. അപ്പം എന്തോ ചതുക്കിച്ച് വീണതാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അവനെ കളിയാക്കി കൊല്ലുമായിരുന്നു. ഇങ്ങോട്ട് എങ്ങനെ വന്നവനെ, അങ്ങോട്ട് പോകുന്ന പോക്ക് കണ്ടോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമായിരുന്നു. അങ്ങനെ ഷൂവിലും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂവും പാൻറ്റും എല്ലാം ഊരി അവിടുന്ന് ഒരു കൈലിയും വാങ്ങിച്ച് കൊടുത്തു നിൽക്കുന്ന രംഗമാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം ഇവൻ ഈ പോയിട്ട് വരുന്ന വഴി ഞാനിവിടെ ഇല്ലായിരുന്നു. ഗോപികയുടെ ചേട്ടനാണ് ഓടി വന്നതിൻ്റെ അടുത്ത് പറഞ്ഞത്, വീഡിയോയ്ക്കുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്, ഓടിച്ചെല്ലുന്നേണ്ട ചെറുക്കൻ തേണ്ട വെള്ളത്തിൽ ചള്ളയായിട്ട് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വേഗം വന്ന് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ചായയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ ഇട്ടു എല്ലാം അത് കുടിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇവർക്കെല്ലാം നല്ല സ്നേഹമായിരുന്നു. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല സ്നേഹവും കാര്യങ്ങളുമായിരുന്നു. നമ്മുടെ അടുത്തൊക്കെ നല്ല രീതിയിലാണ് പെരുമാറിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും. അതുമാത്രമല്ല, എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നുള്ളത് അവിടെ ഗോപിയൊക്കെ അമ്മയ്ക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവരെല്ലാവരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാം എൻ്റെ ചാനൽ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമല്ല കേട്ടോ ഇവർ നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ആരും ചിന്തിക്കരുത്. നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ അടുത്ത് ഓരോരുത്തരും പെരുമാറുന്ന രീതികളെല്ലാം. ഇവരെല്ലാം നമ്മുടെ അടുത്ത് ഒരു ജാടയില്ല, അതെല്ലാം നല്ല സന്തോഷത്തോടെ നല്ല സ്നേഹത്തോടാണ് കേട്ടോ സംസാരിച്ചത്. അങ്ങനെ നമ്മളെല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണേ. അപ്പോൾ എല്ലാവരുമായിട്ട് അത്രയും സമയം കൊണ്ട് കമ്പനി ആയതുകൊണ്ട് തന്നെ പോകുന്ന കാര്യമെല്ലാം പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ശ്രീമോനും ലക്കിയും കൂടെ നേരത്തെ കരച്ചിലായി. അവൻ്റെ ഒരു വണ്ടി ലക്കിയുടെ കയ്യിലിരുന്നു, അത് ലക്കിയുടെ കയ്യിലിരുന്നത് ശ്രീമോൻ വാങ്ങിച്ചു. അപ്പോൾ ശ്രീമോൻ വാങ്ങിച്ചപ്പോൾ ലക്കി കരച്ചിലായി. ആകെ മൊത്തം കോൺട്രായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ യാത്ര പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ട്രാവലർ നമുക്ക് പോകാൻ വേണ്ടി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഗോപികയും ചേട്ടനും അവരുടെ അച്ഛനും വലിയച്ഛനും എല്ലാം നമ്മളെ യാത്രയാക്കാനായിട്ട് മെയിൻ റോഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ നിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്, നിൻ്റെ അളിയനാ പറഞ്ഞത് ചെളി വീണ കാര്യമെന്നൊക്കെ ഞാൻ അന്നേരം പറഞ്ഞതാണ്. പറഞ്ഞിട്ട് നേരെ നമ്മൾ വണ്ടിയിലോട്ട് കയറി നമ്മൾ ഇരിക്കുവാണ്. അപ്പം വണ്ടിയിലോട്ട് കയറിയപ്പോഴേ ഞാൻ മുടിയെല്ലാം പൊക്കി അങ്ങ് കെട്ടിയിട്ടുണ്ടായിരുന്നു. കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. ചൂട് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ യാത്ര പോവുകയാണ്. യാത്ര നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോപികയും ചേട്ടനും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് നമ്മളെ യാത്രയാക്കാനായിട്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ വിട്ടിട്ട് അവരങ്ങ് ആ വണ്ടിയിൽ തന്നെ അങ്ങ് തിരിച്ചു പോകുവേ. അങ്ങനെ എല്ലാവരും ഇറങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ ഗോപികയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടെന്ന്. അപ്പം 2 പേർക്കും ഇങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ 2 പേരുടെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അനീഷിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു അനീഷ് വരുന്നില്ല, ഇവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു ശരി, ആ ട്രാവലറിൽ കയറി തിരിച്ച് വീട്ടിൽ പൊക്കോ, ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയി. അതിനുശേഷം നമ്മൾ അവിടെ റെസ്റ്റ് റൂം ഉണ്ടായിരുന്നു കേട്ടോ. 30 രൂപ കൊടുത്താൽ മതി 1 മണിക്കൂറത്തേക്ക് അതവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അവിടെ കയറി ഇരിക്കാനൊന്നും പോയില്ല, ഡ്രസ്സ് മാറി കേട്ടോ. ആ ഡ്രസ്സൊക്കെ ഊരിയിട്ടപ്പോൾ തന്നെ പകുതി സമാധാനമായി കേട്ടോ. ചൂടാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട് പ്രശ്നം. അല്ലാതെ ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ല. ചൂട്, പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ സുഖമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ ഞങ്ങൾ അവിടെ കയറി ഡ്രസ്സ് മാറിയിട്ടാണ്. പിന്നെ അപ്പോഴത്തേക്ക് ട്രെയിൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിലും കയറി, എല്ലാം പടപടയെന്നായിരുന്നു. അപ്പോഴത്തേക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. സമയം ഇത്രയായി. എന്നിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് കണ്ടേ. അപ്പോൾ അന്നേരമാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എടുത്തത്. ആ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ, ഫ്ലൈറ്റ് കാണുന്നില്ലെന്നുള്ളത് പിന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ.
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ലൈറ്റൊക്കെ ആയിട്ട് എല്ലാം കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ എറണാകുളത്തു നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. നമുക്കിങ്ങനെ ഓർഡർ ചെയ്ത ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു, അറിയാൻ വയ്യാത്ത സ്ഥലമല്ലേ, ഫുഡ് ഇവിടുത്തെ നല്ലത് കിട്ടുന്നതെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ തൃശ്ശൂർ എത്തിയപ്പോൾ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എറണാകുളം എത്തിയപ്പോഴത്തേക്ക് ഫുഡ് വന്നു, പിള്ളേർക്കെല്ലാം കൊടുത്തു. നമ്മളാരും ഫുഡ് കഴിച്ചതുമില്ലായിരുന്നു. നമ്മൾ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊല്ലം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, നമ്മുടെ കൊല്ലത്തെത്തിയിട്ട് ഫുഡ് മതിയെന്നും പറഞ്ഞാണ് നമ്മൾ കഴിക്കാതിരുന്നത്. അങ്ങനെ പിള്ളേർക്കെല്ലാം ഫുഡും ഒക്കെ കൊടുത്തു. പിന്നെ കാര്യം പറച്ചിലും പാട്ടും ഒക്കെ ആയിരുന്നേ. അനീഷും സുധീഷും എല്ലാം കൂടെ അങ്ങ് പാട്ട് തുടങ്ങി. പിന്നെ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വരുന്നതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ അവർ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് എല്ലാവരും വരണമെന്നും എടുക്കണമെന്നും എന്തൊക്കെ ഫുഡാണെന്നൊക്കെയുള്ള ചർച്ചകളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചു എല്ലാവരും വന്നിട്ട് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ അനീഷ് വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നമ്മൾ അവരെ പറ്റി പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. നമ്മൾ ഉള്ളതാണ് പറയുന്നത്, ഇല്ലാത്തത് അവരെ കേൾപ്പിക്കാനായിട്ടൊന്നും പറയുന്നതുമില്ല. അങ്ങനെ നമ്മൾ 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുവാണ്. പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. കമ്മണിയും കിങ്ങിണിയൊക്കെ നല്ല ഉറക്കമായിരുന്നു. അവിടെ വന്നപ്പോഴത്തേക്കാണ് എഴുന്നേറ്റത്. ലക്കിയാണെങ്കിൽ ഇപ്പോഴും ഉറക്കമാണ്. ശ്രീമോനാണ് അധികം ഉറങ്ങാഞ്ഞത്. ശ്രീമോൻ കുറച്ച് സമയമേ ഉറങ്ങിയുള്ളൂ. പൊടിവാവയും കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തെടുത്തു നിന്ന് വണ്ടി എടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് റൗണ്ടിലോട്ടാണ് പോകുന്നത്. ഈ സമയത്ത് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. വിനിത ചേച്ചിയും മാളു ചേച്ചിയും വിളിക്കാനായിട്ട് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാനായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കണ്ടപ്പോഴേ ചോട്ടു ടാറ്റയും പറഞ്ഞ് ഹായ് ഒക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ളത് ഇവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഹായ് ഒക്കെ കാണിച്ചത്. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ കൊണ്ടുപോയിച്ചു. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിക്കാൻ നല്ല വിശന്നിരുന്നത് കൊണ്ട് തന്നെ ഫുഡ് വന്നപ്പോഴത്തേക്ക് വീഡിയോയുടെ കാര്യം മറന്നുപോയി. ഫുഡൊക്കെ കഴിച്ചു നേരെ നമ്മൾ വീട്ടിലോട്ടിങ്ങി പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ പെണ്ണ് കാണൽ വ്ളോഗ് ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.